ഹലോ, ഗുഡ് മോർണിംഗ്, ഗുഡ് ആഫ്റ്റർനൂൺ, ഗുഡ് ഈവനിംഗ് ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ. വെൽക്കം ടു മൈ ചാനൽ ഗൈസ്. എന്തൊക്കെയുണ്ട്? സുഖമായിരിക്കുന്നു പ്രതീക്ഷിക്കുന്നു. ഹൃദയപൂർവ്വം നമ്മുടെ ലാലേട്ടൻ്റെ സിനിമ ആഫ്റ്റർ തുടരും. കൂടെ നമ്മുടെ അമൽ ഡേവിസും ഉണ്ട്. ഈ സംഗീതിൻ്റെ ഇൻ്റർവ്യൂസൊക്കെ ഇരുന്ന് കാണുമായിരുന്നു. ഞാൻ 2 ഇൻ്റർവ്യൂസ് ഞാനിരുന്ന് കണ്ടു. മൂപ്പരിങ്ങനെ ലാലേട്ടൻ്റെ കൂടെ ഉണ്ടായിരുന്ന എക്സ്പീരിയൻസുകളെ കുറിച്ചിട്ടൊക്കെ പറയുന്നത് കേട്ട സമയത്ത് എനിക്ക് നല്ല രസമായിട്ട് തോന്നി. അപ്പോൾ ഈ സിനിമയ്ക്കകത്ത് ഇവർ രണ്ടുപേരും ഒരുമിച്ച് വരികയാണ്. സോ ഇറ്റ് വുഡ് ബി ഫൺ. നല്ല കണ്ടന്റും ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. അത് നല്ല രസകരമായിട്ടായിരിക്കും അവതരിപ്പിക്കുന്നതെന്നും ഒബ്വിയസ്ലി നമ്മൾ വിശ്വസിക്കുമല്ലോ, പ്രതീക്ഷിക്കുമല്ലോ. കാര്യം സത്യൻ അന്തിക്കാട് സംവിധാനം ചെയ്യുന്ന സിനിമയാണ്. സത്യൻ അന്തിക്കാട് സിനിമയിൽ ലാലേട്ടൻ വരുന്നു. സോ അങ്ങനെ വെറുതെ ഒന്നും ഒരുപാട് നാളുകൾക്ക് ശേഷം ഇങ്ങനൊരു കോമ്പിനേഷൻ വരും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. സംതിങ് വുഡ് ബി ദർ എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ ഏതായാലും നമുക്ക് ട്രെയിലർ കാണാം. 28-ാം തീയതി ഇറങ്ങാൻ വേണ്ടി പോകുന്ന സിനിമ, അതായത് മറ്റന്നാൾ ഇറങ്ങാൻ വേണ്ടി പോകുന്ന സിനിമ. സോ ലെറ്റ്സ് വാച്ച് ദ ട്രെയിലർ ഗൈസ്. നമ്മൾ മറച്ചു വെക്കുന്ന ഒരു കാര്യം, അത് നമ്മൾ പോലും അറിയാതെ വാതിൽപ്പഴുതിലൂടെ കടന്നു വരുന്ന ഒരു കാറ്റ് പോലെ നമ്മളെ വന്ന് തലോടുകയും അത് ചിലപ്പോൾ നമ്മൾ ആഗ്രഹിക്കാത്തൊരു കാറ്റാകും. അതിന്റെ അഗാധമായ ആർദ്ര തലങ്ങളിൽ നമ്മൾ ഒന്ന് ആടി ഉലയുകയും നമ്മൾ തന്നെ അറിയാതെ ചിലപ്പോ ചതറി പതറി നിൽക്കുന്ന ഒരു അവസ്ഥയില്ലേ? അതെന്താ അവസ്ഥ? ആ അവസ്ഥയിലാണ് ഞാൻ. ഒരാശോട് പറയൂ. ഇല്ല. ആശീർവാദ് സിനിമ നല്ല പാട്ട്. നല്ല മ്യൂസിക്. അവള് വേറൊരു കാര്യങ്ങൾ പറഞ്ഞു. അമ്മ ആ അങ്കിളിനെയാണ് കെട്ടിയിരുന്നെങ്കിലേ എനിക്ക് കുറച്ചുകൂടെ ഭംഗിയുള്ള ഒരു അച്ഛനെ കിട്ടിയേനെന്ന്. ഓരോ പരിപാടി അങ്ങനെയൊന്നുമില്ല. ഓ, നിഷാൻ നന്നയ്യ എന്ന് പറഞ്ഞ ആക്ടറല്ലേ അല്ലേ? ഹൃദയപൂർവ്വം. കൊള്ളാം, നൈസായിട്ടുണ്ട്. നല്ലൊരു ട്രെയിലർ. ലുക്സ് പ്രോമിസിങ്. അഡീസൺ വൺ. കൂടുതൽ പ്രതീക്ഷകളെക്കുറിച്ചും വിശ്വാസങ്ങളെക്കുറിച്ചിട്ടും പറയുന്നില്ല. പടം വരട്ടെ, നന്നാവട്ടെ, ഗംഭീരമാവട്ടെ, നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടട്ടെ അല്ലേ? കൊള്ളാം, നൈസായിട്ടുണ്ട്. ഇതെനിക്ക് തോന്നണത് നല്ലൊരു എന്തോ ഒരു കണ്ടന്റ് ഉണ്ട്, കാര്യമായിട്ടുള്ളൊരു കണ്ടന്റ് ഒബ്വിയസ്ലി ഉണ്ട്. അത് നല്ല നർമ്മമൊക്കെ കൂടി കലർന്നിട്ടാണ് അവർ പ്രസന്റ് ചെയ്തിരിക്കുന്നത് തോന്നണത്. അങ്ങനെയാണെന്ന് തോന്നണത്. കണ്ടിട്ട് അങ്ങനെ ഫീൽ ചെയ്തു ട്രെയിലർ കണ്ടിട്ട്. എന്തായാലും നന്നാവട്ടെ, നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ആവട്ടെ. എന്തായാലും എനിക്ക് ചങ്ങാതി ഭയങ്കര ഇഷ്ടമാട്ടോ. അതാണ് ഞാൻ തുടക്കം തന്നെ എനിക്ക് പുള്ളിയുടെ എക്സ്പ്രഷനൊക്കെ കണ്ട സമയത്ത് തന്നെ ഭയങ്കരമായിട്ട് ചിരി വന്നു. നമ്മുടെ സംഗീത് മൂപ്പര് അതാണ് ചില ആൾക്കാരെ കാണുമ്പോൾ തന്നെ നമുക്കൊരു രസം തോന്നുക, അല്ലെങ്കിൽ ഒരു പോസിറ്റീവായിട്ട് തോന്നുക എന്നൊക്കെ പറയില്ലേ. എനിക്ക് സംഗീതത്തിന്റെ കേസിൽ അങ്ങനെ തോന്നുന്നു. ഒരു സന്തോഷം മൂപ്പര് സിനിമയിലുണ്ട് എന്നുള്ളത് കാണുമ്പോൾ ഒരു സന്തോഷം. ലാലേട്ടൻ്റെ കൂടെ ഒരുമിച്ചിട്ട് ഒരു കോമ്പിനേഷനൊക്കെ വരുന്ന സമയത്ത് ലുക്സ് നൈസ്. അവർ രണ്ടുപേരും ഒരുമിച്ചിട്ട് കാണുന്ന സമയത്ത് ആ കോമ്പിനേഷൻ 100% വർക്കാവും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. മേ ബി എനിക്കെന്താ പറയുക, ഇത്ര താല്പര്യത്തോടുകൂടി സംസാരിക്കണം. ഞാൻ ഈ ചെങ്ങായുടെ ഇന്റർവ്യൂ ഇരുന്നിട്ട് കണ്ടായിരുന്നു. അപ്പോൾ അതിലിങ്ങനെ കുറേ കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട്. ഇവർ തമ്മിലുള്ള ഒരു കോമ്പിനേഷൻ സീൻസ് എടുക്കുന്ന സമയത്ത് ഉള്ള കാര്യങ്ങൾ, ലാലേട്ടൻ്റെ കൂടെ ഉണ്ടായിരുന്ന എക്സ്പീരിയൻസ്, സത്യൻ അന്തിക്കാടിൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ള ഒരു എക്സ്പീരിയൻസ്, കൈൻഡ് ഓഫ് അത്രയും ഫ്രണ്ട്ലി ആയിട്ടാണ് പുള്ളി സംസാരിക്കുന്നതും, അല്ലെങ്കിൽ ഒരു ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ഉണ്ടായ കാര്യങ്ങളൊക്കെ ഇരുന്ന് പറയണ്ട. അപ്പോൾ അതൊക്കെ മൈൻഡിൽ ആക്ച്വലി നിൽക്കുന്നുണ്ട്. അപ്പോൾ അത് ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് തന്നെ ഈ ട്രെയിലർ കണ്ട സമയത്ത് ഇവർ രണ്ടുപേരും ഒരുമിച്ച് കാണുന്ന സമയത്തൊക്കെ ആണെങ്കിലും പെട്ടെന്ന് ഒരു കണക്ഷൻ കിട്ടുന്നുണ്ട്. പെട്ടെന്ന് ഒരു രസം ആക്ച്വലി തോന്നുന്നുണ്ട്. സോ അത് നല്ല കോമ്പിനേഷൻ ആയിരിക്കും. അവരുടെ ഫൺ എലമെന്റ്സ് ഒക്കെ വർക്ക് ആവും എന്ന് വിശ്വസിക്കാം. ആൻഡ് സ്റ്റിൽ പറയുന്നു, എന്തോ കണ്ടന്റും കൂടിയും കാര്യമായിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. സോ
ലെറ്റ്സ് ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്. ലെറ്റ് ദ മൂവി വരട്ടെ, ഗംഭീരാവട്ടെ. ദാറ്റ്സ് ഇറ്റ്. നമ്മുടെ ലാലേട്ടൻ തുടരും സിനിമയ്ക്ക് ശേഷം അത് ഗംഭീര സിനിമയായിരുന്നു. ഗംഭീര അഭിപ്രായങ്ങളൊക്കെ തുടരത്തിന് വന്നു. അതേപോലെ തന്നെ ഇതിനും ഗംഭീര അഭിപ്രായങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കട്ടെ. ഹൃദയപൂർവ്വമേ അതൊക്കെ പടങ്ങളെ കാണുക ദൈവമേ. 28-ാം തീയതി ഇത് വരുന്നുണ്ട്, ലോക വരുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തുകൂടെ കളങ്കാവലിൻ്റെ ട്രെയിലർ അവർ ഇറക്കാൻ വേണ്ടിയിട്ട് പോകുന്നു. അടുത്ത ദിവസം ഓടും കുതിര, ചാടും കുതിര, വെള്ളം കണ്ട നുക്കും കുതിര, പിന്നെ മേനെ പ്യാർക്കിയ, എത്ര സിനിമകളാണ് ഇറങ്ങുന്നത്. ചട്ടി കമത്തേണ്ടി വരുന്ന തോന്നണത് മിക്കവാറും ബാങ്കിൽ. അതിലെല്ലാത്തിലും ഒരു പ്രതീക്ഷയുള്ള സിനിമകളാണ്. വരട്ടെ. ദാറ്റ്സ് ഇറ്റ്. ബൈ.